ഹലോ ഓൾ, എല്ലാവർക്കും മൈക്രോബയോട്ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്രീവിയസ് ഇയറിൽ നടന്ന ഒരു ലാബ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസിൻ്റെ അണ്ടറിൽ നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first question is, which of the following is a natural anticoagulant? Option A EDTA, option B double oxalate, option C ACD, option D heparin. Which of the following is a natural anticoagulant? The right answer is option D, heparin. Ideal time for collecting blood sample for detection of filarial worm is. Ideal time for collecting blood sample for detection of filarial worm is. Option A 2 p.m. to 4 p.m. Option B 10 p.m. to 2 a.m. Option C 6 a.m. to 8 a.m. Option D 10 a.m. to 2 p.m. So the right answer is option B, 10 p.m. to 2 a.m. നൈറ്റ് ടൈമിലാണ് ഫൈലേറിയയുടെ ഡിറ്റക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എൻറിച്ച്മെൻറ്റ് മീഡിയ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എൻറിച്ച്മെൻറ്റ് മീഡിയ? എൻറിച്ച്മെൻറ്റ് മീഡിയയുടെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കൾച്ചർ മീഡിയയുടെ ക്ലാസ്സും ക്വസ്റ്റ്യൻസും ഇട്ടതിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ്, എല്ലാ മീഡിയയുടെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓപ്ഷൻ എ മെക്കോൺകി അഗാർ, ഓപ്ഷൻ ബി ന്യൂട്രിയൻ്റ് അഗാർ, ഓപ്ഷൻ സി പെപ്റ്റോൺ അഗാർ, ഓപ്ഷൻ ഡി സെലനൈറ്റ് എഫ് ബ്രോത്ത്. So the right answer is option D, selenite F broth. Name the parasite causing malaria. Name the parasite causing malaria. Option A Plasmodium vivax, option B Wuchereria bancrofti, option C Bragia malai, option D Leishmania donovani. Which of the following parasite cause malaria? Yes, നമുക്കറിയാം പ്ലാസ്മോഡിയം സ്പീഷീസിലുള്ള പാരസൈറ്റ്സ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? മലേറിയ കോസ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻറ്റിബോഡി ക്രോസ് ദ പ്ലാസെൻറ്റ? ഓപ്ഷൻ എ IgM, ഓപ്ഷൻ ബി IgE, ഓപ്ഷൻ സി IgA, ഓപ്ഷൻ ഡി IgG. ഏത് ആൻറ്റിബോഡിയാണ് പ്ലാസെൻറ്റയെ ക്രോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി IgG. IgG ആണ് പ്ലാസെൻറ്റയെ ക്രോസ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്? തന്നിരിക്കുന്നതിൽ RBCയെ ഡൈല്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹിംഗൽമാൻസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ബി ട്വെർക്സ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ബി ട്വെർക്സ് ഫ്ലൂയിഡ്, ഓപ്ഷൻ സി ഡെയ്സീസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി റീസ് എക്കർ സൊല്യൂഷൻ. സോ ഇതിലേതാണ് RBCയെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡെയ്സീസ് ഫ്ലൂയിഡ്. Bacteria which require oxygen for their growth is. Bacteria which require oxygen for their growth is. Option A aerobic bacteria, option B carboxyphilic bacteria, option C anaerobic bacteria, option D obligate anaerobes. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്സിജൻ വേണ്ട ബാക്ടീരിയ നമ്മൾ വിളിക്കുന്നത് എയറോബിക് ബാക്ടീരിയ എന്നാണ്. ഇനി ഓക്സിജൻ ആവശ്യമില്ലാത്ത ബാക്ടീരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനൈറോബിക് ബാക്ടീരിയ. അതിൽ ഒട്ടും ഓക്സിജൻ പറ്റില്ല, ഓക്സിജൻ്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യാൻ കഴിയാത്തവരെയാണ് എന്ത് വിളിക്കുന്നത്? ഒബ്ലിഗേറ്റ് എനൈറോബ്.
അവർക്ക് ഒരു വളരെ കുറച്ച് പോലും ഓക്സിജൻ്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? ഹൂ ഡിസ്കവേർഡ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? ഓപ്ഷൻ എ വീനർ, ഓപ്ഷൻ ബി കാൾ ലാൻസ്റ്റീനർ, ഓപ്ഷൻ സി വില്യം ഹാർവേ, ഓപ്ഷൻ ഡി ഡെന്നിസ്. സോ ഇതിൽ ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, കാൾ ലാൻസ്റ്റീനർ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ച ആൾ. Which of the following is not a Ramnowski stain? Which of the following is not a Ramnowski stain? Option A Leishman stain, option B Giemsa stain, option C Jenner stain, option D crystal violet. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ക്രിസ്റ്റൽ വയലറ്റ്. The cell present in normal CSF, cerebrospinal fluid. The cell present in normal CSF. Option A plasma cells, option B neutrophils, option C lymphocytes, option D monocytes. So the right answer is option C lymphocytes. Staining method used for detecting Mycobacterium tuberculosis is option A Leishman's staining, option B Ziehl-Neelsen's staining, option C simple staining, option D Gram staining. So Mycobacterium tuberculosisനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്റ്റെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, Ziehl-Neelsen സ്റ്റെയിനിങ്. Ziehl-Neelsen സ്റ്റെയിനിങ്. ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ LJ മീഡിയം, ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയമാണ്. സോ urinometer is used to measure which of the following property of urine? Urinometer is used to measure which of the following property of urine? Option A reaction, option B transparency, option C volume, option D specific gravity. So the right answer is option D ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറിനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ എ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ടെസ്റ്റ്. തന്നിരിക്കുന്നതിൽ നിന്ന് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്ലഡ് ഷുഗർ, ഓപ്ഷൻ ബി സിറം ബിലിറൂബിൻ, ഓപ്ഷൻ സി ബ്ലഡ് യൂറിയ, ഓപ്ഷൻ ഡി ടോട്ടൽ കൊളസ്ട്രോൾ. റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ബ്ലഡ് യൂറിയ. 14th question, the accurate method for estimation of hemoglobin is? The accurate method for estimation of hemoglobin is? Option A Sally's method, option B Cyan hemoglobin method, option C Spencer method, option D Dyer method. ഹീമോഗ്ലോബിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയുള്ള ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. സോൾഡിഫയിങ് ഏജൻറ്റ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് സോളിഡ് കൾച്ചർ മീഡിയ ഈസ്? സോൾഡിഫയിങ് ഏജൻറ്റ് യൂസ്ഡ് ഫോർ preparation of solid culture media is? Option A DPX, option B meat extract, option C agar, option D peptone. So the right answer എന്ന് പറയുന്നത് ഇവിടെ അഗർ ആണ്, AGAR, അഗർ. അഗർ എന്ന് പറയുന്ന ഒരു സീവീഡിൽ നിന്നാണ് അഗർ ഉണ്ടാക്കിയെടുക്കുന്നത്. റെഡ് ആൽഗയിൽ നിന്നാണ്. ഏതാണ് റെഡ് ആൽഗെ? ഗ്രാസിലേറിയവും ജെലീഡിയവും. സോ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൾച്ചർ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്, നോൺ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള സബ്സ്റ്റൻസ് ആണ് അഗർ എന്ന് പറയുന്നത്.
അഗറിൻ്റെ ആ ഒരു ഇടുന്ന ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്താണ് സെമി സോളിഡ് മീഡിയയും സോളിഡ് മീഡിയയും ഏതാണ് സെമി സോളിഡ് മീഡിയയാണോ സോളിഡ് മീഡിയയാണോ നമ്മൾ തീരുമാനിക്കുന്നത്. യൂഷ്വലി 2% അഗാറാണ് ആഡ് ചെയ്യാറുള്ളത്. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ PPBS സാമ്പിൾ ഈസ് ടേക്കൺ. PPBS സാമ്പിൾ എത്ര സമയത്തിന് ശേഷമാണ് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 2 hours ആഫ്റ്റർ ഇൻടേക്ക് ഓഫ് ഫുഡ്. ഓപ്ഷൻ ബി ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഇൻടേക്ക് ഓഫ് ഫുഡ്. ഓപ്ഷൻ സി after 12 hours of fasting. Option D at any time after intake of food. So the right answer is option A ആണ് 2 hours after intake of food. അതിൽ തന്നെ ഉണ്ട് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ ശേഷം എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും അത്. നമ്മൾ യൂഷ്വലി ബ്ലഡ് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കറിയാം, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് ബ്ലഡ് എടുക്കുന്നത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷുഗർ ലെവൽ, ബ്ലഡിലെ ഷുഗർ ലെവൽ, ഇൻസുലിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ്. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ്. ഓപ്ഷൻ എ ബാസിലെ. ഓപ്ഷൻ ബി വിബ്രിയോസ്. ഓപ്ഷൻ സി ആക്ടിനോമൈസീറ്റ്സ്. ഓപ്ഷൻ ഡി കോക്കേ. സോ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോക്കേ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ വളരെ സിമ്പിളായിട്ട് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചതാണ്. നോർമൽ വാല്യൂ ഓഫ് ബ്ലീഡിംഗ് ടൈം ബൈ ലൂക്സ് മെത്തേഡ് ഈസ്. നോർമൽ വാല്യൂ ഓഫ് ബ്ലീഡിംഗ് ടൈം ബൈ ലൂക്സ് മെത്തേഡ് ഈസ്. ഓപ്ഷൻ എ 3 to 8 minutes. Option B 2 to 6 minutes. Option C 3 to 8 seconds. Option D 2 to 6 seconds. So the right answer is option B 2 to 6 minutes. സോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ്സിലും മിനിറ്റ്സിലും കൊടുത്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 2 to 6 minutes ആണ്. സൈസ് ഓഫ് എ നോർമൽ റെഡ് ബ്ലഡ് സെൽ ഈസ്. Size of a normal red blood cell is. Option A 10 to 15 micrometer. Option B 15 to 20 micrometer. Option C 6 to 8 micrometer. Option D none of the above. സോ ഒരു നോർമൽ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് 6 to 8 micrometer. The dilution that can be made using an RBC pipette. RBC pipette യൂസ് ചെയ്തുകൊണ്ട് എത്ര ഡൈല്യൂഷൻ വരെ എടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1/200. ഓപ്ഷൻ ബി 1/10. ഓപ്ഷൻ സി 1/50. ഓപ്ഷൻ ഡി 1/20. So the right answer is option A 1/200. Major plasma protein is. Major plasma protein is. Option A globulin. Option B albumin. Option C Bence-Jones protein. Option D fibrinogen. So the right answer is option B albumin. Leukocytosis is seen in. Option A systemic lupus erythematosus. Option B rheumatoid arthritis. Option C leukemia. Option D aplastic anemia. Leukocytosis is seen in. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ലുക്കീമിയ. 23rd question. Which blood group is known as universal donor? Which blood group is known as യൂണിവേഴ്സൽ ഡോണർ? നമുക്ക് ഓപ്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് O ആണ്, O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുന്നത് AB ബ്ലഡ് ഗ്രൂപ്പും ആണ്. സ്റ്റെയിനിങ് മെത്തേഡ് യൂസ്ഡ് ഇൻ സൈറ്റോളജി ഈസ്.
staining method used in cytology is? Option A, hematoxylin and eosin staining. Option B, negative staining. Option C, Leishman staining. Option D, Papanicolo staining. Papanicolo staining ആണ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ ഡി ആണ്. 25th question. Temperature used for storing blood in a blood bank refrigerator. ഇവിടെ ബ്ലാങ്ക് എന്നാണ് കിടക്കുന്നത്, തെറ്റി. സോ ടെമ്പറേച്ചർ യൂസ്ഡ് for storing blood in a blood bank refrigerator is? So 25th question. Option A, 4 to 6 degrees Celsius. Option B, 8 to 10 degrees Celsius. Option C, 10 to 12 degrees Celsius. Option D, 0 to 1 degree Celsius. The right answer is option A, 4 to 6 degree Celsius. Which of the following step is not included in tissue processing? Which of the following test is not included in tissue processing? Option A, dehydration. Option B, fixation. Option C, oxidation. Option D, clearing. ഡീഹൈഡ്രേഷൻ ഒരു സ്റ്റെപ്പാണ്, ഫിക്സേഷനും സ്റ്റെപ്പാണ്, ക്ലിയറിങ്ങും സ്റ്റെപ്പാണ്. അവിടെ ഇല്ലാത്ത ഒരു സ്റ്റെപ്പ്, ടിഷ്യൂ ഫിക്സേഷനിൽ ഇല്ലാത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓക്സിഡേഷൻ. ലെങ്ത് ഓഫ് ആൻ ഐഡിയൽ സ്മിയർ ഈസ്? ലെങ്ത് ഓഫ് ആൻ ഐഡിയൽ സ്മിയർ ഈസ്? ഓപ്ഷൻ എ 1 to 12 cm. Option B 5 to 6 cm. Option C 6 to 7 cm. Option D 3 to 4 cm. So length of an ideal blood smear is? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 to 4 cm. മെലിൻസ് ടെസ്റ്റ് ഈസ് used for detecting which of the following compound in urine? Option A, sugar. Option B, ketone bodies. Option C, bile salts. Option D, bile pigment. The right answer is option D, bile pigment. VDRL test is used for detecting which of the following disease? Option A, rabies. Option B, syphilis. Option C, typhoid. Option D, Weil's disease. So the right answer is option B, syphilis. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത മെഡിക്കൽ മൈക്രോബയോളജി ഇമ്മ്യൂണോളജി MCQs ഉണ്ട്, അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, VDRL ടെസ്റ്റിൻ്റെത്. സോ VDRLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? വെനേറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി എന്നാണ്. സിഫിലിസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. സിഫിലിസ് കോസ് ചെയ്യുന്ന ഓർഗനിസം ട്രിപ്പോണിമ പലേഡിയം ആണ്. ട്രിപ്പോണിമ പലേഡിയം. സോ ഇത്രയും കാര്യങ്ങൾ സിഫിലിസിൻ്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കണം. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈസ്? നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈസ്? സോ ഓപ്ഷൻ എ 1.5 to 4.5 lakhs per millimeter cube of blood. Option B 50,000 to 1 lakh millimeter cube of blood. Option C 5,000 to 1 lakh 11,000 cells per millimeter cube. Option D 5 to 6 lakhs millimeter cube. ഇതിലേതാണ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓപ്ഷൻ എ 1.5 to 4.5 lakhs per millimeter cube. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. Which of the following compound is a normal constituent of urine? Which of the following compound is a normal constituent of urine? Option A, sugar. Option B, bile salt. Option C, urea. Option D, ketone bodies. ഇതിലെ ഏതാണ് നോർമൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം യൂറിയയാണ് നോർമൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ്. ഷുഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഡയബറ്റീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബൈൽ സോൾട്ടും കീറ്റോൺ ബോഡീസും ഒക്കെ ഓരോ ഡിസീസ് കണ്ടീഷൻസിൽ വരുന്നതാണ്. ബൈൽ സോൾട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിതിന് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു ഒരു ക്വസ്റ്റ്യൻ, അമേലിൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈൽ പിഗ്മെൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബൈൽ പിഗ്മെൻസിനെ ഉള്ള ടെസ്റ്റാണ് മേലിൻസ് ടെസ്റ്റ്. പിന്നെന്താ, ബൈൽ സോൾട്ടാണ് യൂറിനിലുള്ളതെങ്കിൽ നമുക്ക് അതൊരു ജോണ്ടിസ് ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള ലിവർ ഡിസീസ് ആണെങ്കിലാണ് യൂറിനിൽ ബൈൽ സോൾട്ട് കാണപ്പെടുന്നത്. പിന്നീട് ഉള്ളത് കീറ്റോൺ ബോഡീസ് എന്ന് പറയുമ്പം നമ്മുടെ ബോഡി ഗ്ലൂക്കോസിന് പകരം നമ്മുടെ ഫാറ്റിനെ കൂടുതലായിട്ട് ബേൺ ചെയ്യുമ്പോഴാണ് ആ ഒരു കണ്ടീഷന് പറയുന്ന പേര് ഡയബറ്റിസ് കീറ്റോ അസിഡോസിസ് എന്നാണ്. DKA, ഡയബറ്റിസ് കീറ്റോ അസിഡോസിസ്, DKA. So next question, color code used for EDTA anticoagulant bottle. Color code used for EDTA anticoagulant bottle. Option A green, option B grey, option C purple, option D red. So the right answer is option C purple. Commonly used fixative in histopathology is option A alcohol, option B Carnoy's fixative, option C alcohol ether mixture, option D 10% formalin. So commonly used fixative in histopathology is 10% formalin. ഹിസ്റ്റോപത്തോളജിയിൽ യൂസ് ചെയ്യുന്നത് 10% ഫോർമാലിനാണ്. സോ 34th ക്വസ്റ്റ്യൻ, ഇൻ ലേഷ്മാൻസ് സ്റ്റെയിനിങ് ഫിക്സേഷൻ ഈസ് ഡൺ ബൈ. ഇൻ ലേഷ്മാൻസ് സ്റ്റെയിനിങ് ഫിക്സേഷൻ ഈസ് ഡൺ ബൈ. ഓപ്ഷൻ എ യോസിൻ, ഓപ്ഷൻ ബി മീഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ സി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ ഡി acetone. So the right answer is option B methyl alcohol. Which of the following test is included in IMVIC reaction test? തന്നിരിക്കുന്നതിൽ ഏതാണ് IMVIC reaction ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നൈട്രേറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ ബി സിട്രേറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ സി കൊയാഗുലേസ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി കാറ്റലൈസ് ടെസ്റ്റ്. സോ ഈ തന്നിരിക്കുന്നതിൽ സിട്രേറ്റ് റിയാക്ഷൻ ആണ്, അല്ലെ സിട്രേറ്റ് ടെസ്റ്റാണ് ഇംവിക്കിൽ വരുന്നത്. ഇംവിക്ക് എന്ന് പറയുമ്പം ഐ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻജോൾ, MR, VP, IC ആണ് സിട്രേറ്റ്. സോ ഇൻജോൾ, MR, VP എന്ന് പറയുന്നത് വോക്സ് പ്രോസ്കർ ടെസ്റ്റ്, MR മീഥൈൽ റെഡ് ടെസ്റ്റ്, സിട്രേറ്റ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ, ഇൻഡോൾ ടെസ്റ്റ്, മീഥൈൽ റെഡ് ടെസ്റ്റ്, വോക്സ് പ്രോസ്കർ ടെസ്റ്റ്, സിട്രേറ്റ് ടെസ്റ്റ്, ഇത്രയും ആണ് ഇംവിക് റിയാക്ഷൻസിൽ. ഇതെന്താണ്? ബയോകെമിക്കൽ ടെസ്റ്റാണ്, ബാക്ടീരിയയുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ബയോകെമിക്കൽ ടെസ്റ്റാണ്. Which of the following anticoagulant is known as Vercin? Which of the following anticoagulant is known as Vercin? Option A heparin, option B double oxalate, option C ACD, option D EDTA. So the right answer is option D EDTA. Volume of ACD solution used to collect 100 ml of blood is. Volume of ACD solution used to collect 100 ml of blood is. Option A 16 ml, option B 30 ml, option C 28 ml, option D 5 ml. So the right answer is option A 16 ml. The right answer is option A 16 ml. Automatic tissue processing machine is called. Automatic tissue processing machine is called. Option A microtome, option B histokinete,
ഓപ്ഷൻ സി ക്രയോസ്റ്റാറ്റ്, ഓപ്ഷൻ ഡി കോൾട്ടർ കൗണ്ടർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഹിസ്റ്റോകിനേറ്റ്. നമ്മൾ കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് മൈക്രോട്ടോമാണ്. കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോട്ടോമാണ് ടിഷ്യൂൻ്റെ. വിച്ച് white blood cell shows fine violet colored granule after Leishman staining? Which white blood cells shows fine violet colored granules after Leishman staining? So the option A is neutrophil, option B is eosinophil, option C lymphocyte, option D monocyte. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ന്യൂട്രോഫിൽസ്. സോ ന്യൂട്രോഫിൽസ് ആണ് ഫൈൻ വയലറ്റ് കളേർഡ് ഗ്രാന്യൂൾസ് കാണിക്കുന്നത് ലീഷ്മാൻ സ്റ്റെയിനിങ്ങിന് ശേഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മെലിറ്റ്യൂറിയ റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ്. മെലിറ്റ്യൂറിയ റെഫേഴ്സ് ടു ദ presence of. Option A sugar in urine, option B protein in urine, option C blood in urine, option D ketone bodies in urine. So മെലിറ്റ്യൂറിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option A ആണ്, sugar in urine. sugar in urine ആണ് മെലിറ്റ്യൂറിയ എന്ന് പറയുന്നത് sugar in urine. Cobweb appearance of CSF is seen in. Cobweb appearance of CSF is seen in. CSF എന്ന് പറയുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതിൻ്റെ കോബ്വെബ് അപ്പിയറൻസ് കാണിക്കുന്നത് എപ്പോഴാണ്, ഏത് ഡിസീസ് കണ്ടീഷനിലാണ്? ഓപ്ഷൻ എ സിഫിലിസ്, ഓപ്ഷൻ ബി ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി മലേറിയ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. യെസ്, മെനിഞ്ചൈറ്റിസിൻ്റെ കേസിലാണ് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ്. 42. Hyponatremia is a term used to denote. Hyponatremia is a term used to denote. Option A low potassium level in blood, option B low sodium level in blood, option C low calcium level in blood, option D low bicarbonate level in blood. So the right answer is option B, low sodium level in blood. low sodium level. So hyponatremia എന്നാണ് വിളിക്കുന്നത്. Method used for the estimation of total protein in blood is. Method used for the estimation of total protein in blood is. ബ്ലഡിലുള്ള ടോട്ടൽ പ്രോട്ടീൻ്റെ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗോഡ്പോഡ് മെത്തേഡ്, ഓപ്ഷൻ ബി CHOD പാപ്പ് മെത്തേഡ്, ചോഡ്-പാപ്പ് മെത്തേഡ്, ഓപ്ഷൻ സി ബയൂററ്റ് മെത്തേഡ്, ഓപ്ഷൻ ഡി ജഫെ മെത്തേഡ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബയൂററ്റ് മെത്തേഡ്. The test used to detect CSF protein is. The test used to detect CSF protein is. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലുള്ള പ്രോട്ടീനെ ഡിറ്റക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് യൂസിച്ചിരിക്കുന്നത്. ഇറ്റ്സ് പാൻഡീസ് ടെസ്റ്റ് ആണ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലുള്ള പ്രോട്ടീൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പാൻഡീസ് ടെസ്റ്റ് ആണ്. ഏരിയ ഓഫ് ആൻ ഇംപ്രൂവ്ഡ് ന്യൂബോയർ കൗണ്ടിങ് ചേംബർ. ന്യൂബോയർ കൗണ്ടിങ് ചേംബറിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 3 millimeter സ്ക്വയർ, ഓപ്ഷൻ ബി 6 millimeter സ്ക്വയർ, ഓപ്ഷൻ സി 4 millimeter സ്ക്വയർ, ഓപ്ഷൻ ഡി 9 millimeter സ്ക്വയർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 9 millimeter സ്ക്വയർ. Autoclave is an example of which of the following method of sterilization? Autoclave is an example of which of the following method of sterilization? Option A moist heat method, option B dry heat method, option C filtration method, option D radiation method.
ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്. നമ്മൾ സ്റ്റെറിലൈസേഷൻ പഠിച്ചായിരുന്നു. സ്റ്റെറിലൈസേഷനിൽ പഠിച്ചിട്ടുണ്ട്. മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിലാണ് ഓട്ടോക്ലേവ്. ഡ്രൈ ഹീറ്റ് മെത്തേഡിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഡ്രൈ ഹീറ്റ് മെത്തേഡിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്? ഹോട്ട് എയർ ഓവൻ ഉണ്ട്. ഹോട്ട് എയർ ഓവൻ ഉണ്ട്. Erythropoiesis is the development of. Erythropoiesis is the development of. Option A red blood cells, option B granulocytes, option C agranulocytes, option D platelets. Yes, erythro എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. സോ erythropoiesis is the development of red blood cells. Colony color of lactose fermenting bacteria on McConkie agar. Colony color of lactose fermenting bacteria on McConkie agar. Option A colorless, option B pink, option C green, option D black. The right answer is option B pink. പിങ്ക് കളറിലായിരിക്കും ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആയിട്ടുള്ളവർ കാണുന്നത്. നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആയിട്ടുള്ളത് കളർലെസ് ആയിട്ടാണ് മെക്കോൺകി അഗാറിൽ കാണപ്പെടുന്നത്. ഫാദർ ഓഫ് മൈക്രോബയോളജി ഈസ് ഓപ്ഷൻ എ റോബർട്ട് കോച്ച്, ഓപ്ഷൻ ബി ജോസഫ് ലിസ്റ്റർ, ഓപ്ഷൻ സി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ഡി ലൂയിസ് പാസ്റ്റർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലൂയിസ് പാസ്റ്റർ. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഓപ്ഷൻസിൽ ആൻ്റണി വാൻ ലീവൻ ഹുക്കും കൂടി വന്നാൽ ആൻസർ ആൻ്റണി വാൻ ലീവൻ ഹുക്കാണ്. മോഡേൺ മൈക്രോബയോളജി, ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജിയാണ് ലൂയിസ് പാസ്റ്റർ. പിന്നെ ഇതിനു മുമ്പ് കണ്ടുവന്നിട്ടുള്ളത് PSC എപ്പോഴും ലൂയിസ് പാസ്റ്ററിനെയാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന രീതിയിൽ ആൻസർ കീയിലും ഒക്കെ കൊടുക്കാറുള്ളത്. Vandenberg reaction is used for estimation of. Vandenberg reaction is used for the estimation of. The right answer is option A total protein, option B serum creatinine, option C serum bilirubin, option D serum uric acid. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, serum bilirubin. വാൻഡൻബർഗ് റിയാക്ഷൻ സിറം ബിലിറൂബിൻ്റെ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. എമംഗ് ബേസിക് ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ദ വീക്കസ്റ്റ് ഈസ്. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ഏതാണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ബി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ സി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ വീക്ക് ഫോഴ്സ്. ഈ കൂട്ടത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. യൂണിറ്റ് ഓഫ് പവർ ഈസ് ഓപ്ഷൻ എ വാട്ട്, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി കിലോവാട്ട് അവർ, ഓപ്ഷൻ ഡി ന്യൂട്ടൺ. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, വാട്ട്. The property by which a body opposes the change in rotation motion of a body about an axis. Option A angular momentum, option B torque, option C inertia, option D moment of inertia. So the right answer is option D moment of inertia. The property by which a body opposes the change in റൊട്ടേറ്ററി മോഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. 0 degree Celsius is equal to dash degree Fahrenheit. 0 degree Celsius is equal to dash degree Fahrenheit. 32 degree Fahrenheit. 32 degree Fahrenheit equals to 0 degree Celsius. Sound waves travel faster through. Sound waves travel faster through. Option A
solid, option B liquid, option C gas, option D vacuum. The right answer is option A solid. Option A solid. Light can pass along the optical fiber by mechanism. Light can pass along the optical fiber by mechanism. Option A refraction, option B interference, option C total internal reflection, option D diffraction. സോ ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. The heat radiation lies in the option A microwave region, option B UV region, option C IR region, option D visible region. So the right answer is option C infrared region or IR region. IR regionിലാണ് ഹീറ്റ് റേഡിയേഷൻസ് ഉള്ളത്. Law of electromagnetic induction was developed by. Law of electromagnetic induction was developed by option A Einstein, option B Faraday, option C Newton, option D Heisenberg. Law of electromagnetic induction. The right answer is option B Faraday. Option B Faraday. No magnetic flux lines passes through. No magnetic flux lines passes through. Option A ferromagnetic material, option B paramagnetic material, option C ferrimagnetic material, option D diamagnetic material. No magnetic flux lines എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the answer is option D diamagnetic material. Lens used to correct short sight of an eye. Lens used to correct short sight of an eye. Option A plain glass, option B cylindrical glass, option C convex glass, option D concave lens. Okay, the right answer is option D ആണ്, കോൺകേവ് ആണ്. കോൺകേവ് ലെൻസ് ആണ് ഷോർട്ട് സൈറ്റിന്. ലോങ് സൈറ്റിനാണ് കോൺവെക്സ് ലെൻസ്. ഷോർട്ട് കേവ്. സോ ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കോൺകേവ്. Two electrons in the same atomic orbital is distinguished by their. Two electrons in the same atomic orbital is distinguished by their spin quantum number. Distinguished by their spin quantum number. Which of the following species have minimum size? Which of the following species have their minimum size? Option A O, option B Mg2 plus, option A O2 minus, option B Mg2 plus, option C F minus, option D Al3 plus. So minimum size എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, Al3 plus. സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻസേഴ്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പോവുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. സോ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലൈവ് വീഡിയോ ആയിട്ട്. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ് വീണ്ടും വരുന്നത്. കെമിസ്ട്രി മൈക്രോബയോളജിയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. According to VSEPR theory, the shape of PCl4 minus molecule is. According to VSEPR theory, the shape of PCl4 minus molecule is. Option B ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ടെട്രാഹെഡ്രൽ ഷേപ്പ്. ടെട്രാഹെഡ്രൽ ഷേപ്പ്. One method to remove temporary hardness is. One method to remove temporary hardness is. Option A using washing soda, option B by Kalgan process, option C Clark's method, option D Perlmuttite method. So the right answer is option C Clark's method.
The group of elements which does not belong to Dobereiner triad. Dobereiner triadil വരാത്ത ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. യെസ്, അവർ വരും. ഓപ്ഷൻ സി കാർബൺ, സിലിക്കൺ, ജെർമേനിയം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം വരില്ല. ഫോസ്ഫറസ്, ആഴ്സനിക്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാർബൺ, സിലിക്കൺ, ജെർമേനിയമാണ് വരാത്തത്. Name the crystal system in which all the sides and all the angles are different. Name the crystal system in which all the sides and all the angles are different. Option A orthorhombic system. Option B monoclinic system. Option C triclinic system. Option D hexagonal system. The right answer is option C triclinic system. Artificial graphite is prepared by Acheson process or Acheson process. Acheson process വഴിയാണ് ആർട്ടിഫിഷ്യൽ ഗ്രാഫൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. Kaolinite is the core of. Option A copper, option B iron, option C aluminum, option D zinc. Kaolinite is the core of. ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ കോറാണ് കയലിനൈറ്റ്. An electron transits from 7th orbit to 3rd orbit of a lithium 2+ ion. The spectrum will occur in option A UV region, option B visible region, option C far infrared region, option D near infrared region. So electron transit from 7th orbit to 3rd orbit ആണ്. So lithium 2+ ion. So the right answer is option D near infrared region. Among the following, which is not an interhalogen compound? Among the following, which is not an interhalogen compound? ClF3, BrF5, ICl3, FBr3. The right answer is option D, FBr3. FBr3 ആണ് interhalogen അല്ലാത്തത്. Large empty cells found in the adaxial epidermis in grasses. ലാർജ് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടണി, സുവോളജി. ലാർജ് എംറ്റി സെൽസ് ഫൗണ്ട് ഇൻ ദ അഡാക്സിയൽ എപ്പിഡെർമിസ് ഇൻ ഗ്രാസസ്. ആൻസേഴ്സ് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്തു പോകാം. ഓപ്ഷൻ ബി ബുള്ളിഫോം സെൽ. Diabetes insipidus is caused due to option C hyposecretion of ADH. Diabetes insipidus എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഹൈപ്പോസെക്രീഷൻ ഓഫ് ADH. ADHൻ്റെ സെക്രീഷൻ കുറയുന്നത് കൊണ്ടാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. Excretory organ in insect is option A Greenland, option B Malpighian tubules, option C Nephridia, option D Protonephridia. ഇൻസെക്റ്റിലെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. സോ നെഫ്രിഡിയ വരുന്നത് നമ്മുടെ എർത്ത് വേംസിലൊക്കെ നെഫ്രിഡിയ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ 5 carbon compound. Option A carbon dioxide, option B NADPH, option C RUBP, option D PEP. So here the 5 carbon compound is
RUBP. Option C, RUBP. Canary grass experiment related hormone. Canary grass experiment related hormone. Option A, auxin. Option B, gibberellin. Option C, ABA. Option D, ethylene. So, canary grass experiment ഓക്സിനിലാണ്. ഓക്സിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്, ഓക്സിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാനറി ഗ്രാസ് എക്സ്പെരിമെൻറ്റ്. Joint between atlas and axis. Joint between atlas and axis. Option A, pivot joint. Option B, hinge joint. Option C, ball and socket joint. Option D, hinge joint. So, the right answer is option A. Atlas and axis are joined by pivot joint. Pivot joint. Option A, pivot joint. Down syndrome is related to. Down syndrome is related to. Option A, nullisomy. Option B, monosomy. Option C, trisomy. Option D, tetrasomy. Down syndrome is related to. The right answer is option C, trisomy. Down syndrome is related to trisomy. Biological glue. Option A, ligase. Option B, restriction. Option C, DNA polymerase. Option D, permeate. So, ligases are known as biological glue. Restriction endonuclease നമ്മൾ എന്താ പറയുന്നത്? Biological scissors. Restriction endonucleases are known as biological scissors and ligases are known as biological glue. Other than greenhouse gases. Option A, carbon dioxide. Option B, methane. Option C, nitric oxide. Option D, ammonia. തന്നിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അമോണിയ. ഓപ്ഷൻ ഡി ആണ്, അമോണിയാണ്, NH4. ബാക്കി എല്ലാവരും ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ്. Basic unit of classification is. Option A, family. Option B, genes. Option C, species. Option D, order. Basic unit ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option C, species. ഈ ഒരു ഓർഡർ നമ്മൾ പഠിക്കാനായിട്ട് കോമൺ ആയിട്ട് പറയുന്ന ഒരിതാണ്. കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫ്രം ഗ്രീസ്. കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫ്രം ഗ്രീസ്. സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, സ്പീഷീസ്. സോ ബേസിക് ലെവൽ എന്ന് പറയുന്നത് സ്പീഷീസാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പെട്ടെന്ന് ഓർത്തിരിക്കാം നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട്. സോ ഇത്രയാണ് ഇതിനു മുമ്പ് നടന്ന എക്സാമിൽ. ഓൾമോസ്റ്റ് കുറേ ഏരിയയൊക്കെ കവർ ചെയ്താണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തോന്നുന്നു. സോ നമുക്ക് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കിതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ക്ലാസ്സസ് ഇന്ന് തന്നെ, ഇന്നും നാളെയുമായിട്ട് നമ്മൾ കുറച്ചും കൂടെ MCQs ഈ ഒരു ഏരിയയിൽ നിന്നിടാം. നമ്മൾ ഓൾറെഡി ഒരു 4-5 MCQ സീരീസ് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ, മൈക്രോബയോളജിസ്റ്റിൻ്റെ ഇതിൽ ഉള്ള സിലബസിൽ തന്നെ ലാബ് അസിസ്റ്റൻറ്റും വന്നിട്ടുണ്ട് അതേപോലെ സിലബസിൽ. സോ ആ ഏരിയസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ തബ്ഡെയിലിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു.